السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على عباده الذين اصطفى خصوصا على أفضلهم وخاتم النبيين محمد الأمين وعلى آله وصحبه أجمعين. മഹത്തായ ഈ വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ, സംരക്ഷണ സമിതിയുടെ ചെയർമാൻ കൂടിയായ മുജീബ് സാഹിബ്, യോഗത്തിന് സ്വാഗതം ആശംസിച്ച കൺവീനർ അഡ്വക്കേറ്റ് ഷിബു സാഹിബ്, യോഗത്തിന് ആശംസകൾ നേർന്ന ജോർജ് മുണ്ടക്കയം അടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യനായ അർഷദ് നദ്വി അവറുകൾ, അബ്ദുൽ ജലീൽ മൗലവി, മാടൻവിള നൗഷാദ് സാഹിബ്, കബീർ സാർ, മറ്റ് ധാരാളം നേതാക്കൾ, പണ്ഡിതന്മാർ നമ്മെ അഭിസംബോധന ചെയ്തവരാണ്. വേദിയിൽ ഉള്ളവരും വേദി വിട്ടുപോയവരും എല്ലാവരെയും ആദരവോടുകൂടി അഭിസംബോധന ചെയ്യുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ രാജ്യത്തെ മതേതര സമൂഹത്തിന്റെ, വിശേഷിച്ചും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അടിസ്ഥാനപരമായ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിർണായകമായ ഒരു സമ്മേളനത്തിലാണ് നാം എല്ലാവരും പങ്കുകൊണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വഖഫ്, അതുപോലെ തന്നെ മദ്രസ, ഇവയൊക്കെ ഇന്ന് സംരക്ഷിക്കപ്പെടേണ്ട സംഗതികളായി മാറിയതിന്റെ പിന്നിലെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് രാജ്യമാകെ ഭീതി വ്യാപിക്കുകയാണ്, അസ്വസ്ഥതകൾ പടരുകയാണ്, പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുകയാണ്, വെറുപ്പ് നാടിന്റെ സംസ്കാരമായി മാറുകയാണ്. വെറുപ്പിന്റെ പ്രചാരകരായി ഇന്നലകളിൽ വർഗീയ ശക്തികളായിരുന്നു പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇന്ന് വെറുപ്പിന്റെ പ്രചാരകരായി ജനങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ സൃഷ്ടിച്ച് ജനങ്ങളെ വ്യത്യസ്ത ചേരികളായി, കമ്പാർട്ട്മെന്റുകളായി തിരിക്കാൻ നേതൃത്വം നൽകുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ രാജ്യത്തിന്റെ ഭരണകൂടമാണ്. രാജ്യ ജനതയെ വിശ്വാസത്തിൽ, മുഴുവൻ പേരെയും വിശ്വാസത്തിലെടുക്കുകയും അവരുടെ സുസ്ഥിതിക്ക്, നല്ല നിലനിൽപ്പിന്, അവരുടെ ഐക്യത്തിന്, സഹകരണത്തിന്, സഹവർത്തിത്വത്തിന് നേതൃത്വം നൽകുകയും ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാപരമായ ബാധ്യതയുള്ള അധികാര കേന്ദ്രങ്ങൾ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവരുടെ ഉത്തരവാദിത്വങ്ങളെ വളരെ കൃത്യമായ നിലയിൽ മറന്നും മറച്ചുവെച്ചും അവരൊരിക്കലും ചെയ്തുകൂടാത്തതെന്ന് ഭരണഘടന വളരെ കൃത്യമായ നിലയിൽ അനുശാസിക്കുന്ന കാര്യങ്ങൾ അവരുടെ അജണ്ടയാക്കി മാറ്റി രാജ്യത്ത് ജനത ഒരു കാലത്തും അനുവദിച്ചിട്ടില്ലാത്ത, സമ്മതിച്ചിട്ടില്ലാത്ത ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നയം, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം മുഖമുദ്രയാക്കി ഭരണകൂടം മുന്നോട്ട് പോകുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇത്തരം സമ്മേളനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അരങ്ങേറുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രഭാഷകന്മാർ പലരും പറഞ്ഞതുപോലെ ഈ രാജ്യം നാനാജാതി മത വിഭാഗങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. വൈവിധ്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും ഒക്കെ ഒരു സങ്കേതമാണ്. പക്ഷേ നമ്മൾ ഈ ലോകത്തെ മറ്റു പല സമൂഹങ്ങളും, പുരാതനമായ പല രാഷ്ട്രങ്ങളും തകർന്ന് തരിപ്പണമായപ്പോൾ നാം നിലനിന്നത് നമ്മുടെ ഭരണകർത്താക്കൾ, നമ്മെ ഭരിച്ചവർ, നമ്മെ നയിച്ചവർ നമ്മെ ഒന്നായി കാണുന്ന ഒരു സമീപനം അവർ ഉയർത്തിപ്പിടിച്ചു എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് സാമ്രാജ്യങ്ങളുടെ
ഒരുപാട് അധികാര കേന്ദ്രങ്ങളുടെ ശവപ്പറമ്പാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലോകം എന്നത്. പക്ഷേ ഒരു ദുരന്തം നമ്മുടെ രാജ്യത്തുണ്ടാകാതിരിക്കാൻ കാരണമായത് ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ നമ്മുടെ രാജ്യത്തെ ഭരണകൂടങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു എന്ന യാഥാർത്ഥ്യം കൊണ്ടാണ്. നമുക്കൊരു കാര്യം വളരെ നന്നായി അറിയാം. ഇന്ത്യയിലെ ജനത ഒരു കാലത്തും അംഗീകരിക്കാത്തത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികളാണ്. അവരോടാണ് പൊറുക്കാത്തതും പൊരുത്തപ്പെടാത്തതും. ബ്രിട്ടീഷുകാരോട് ഇന്ത്യൻ ജനത പൊരുതിയത് നമ്മുടെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രശില്പികൾ, പിതാക്കന്മാർ ബ്രിട്ടീഷുകാരോട് പൊരുതിയത് അവർ വിദേശികളായതുകൊണ്ട് മാത്രമല്ല. വിദേശികളായി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് പേരെ പുറത്തിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. വിദേശി സ്വദേശി ബന്ധമെന്നൊക്കെ പറയുന്നത് കേവലം ഭൂപടത്തിലെ അതിർവരമ്പുകളുടേത് മാത്രമാണ്. യഥാർത്ഥത്തിൽ സ്വന്തം രാഷ്ട്രത്തിന്റെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതിന് അപകടമുണ്ടാകുമ്പോൾ നാം ജാഗ്രതാകുമെന്നത് ഒഴിച്ചു നിർത്തിയാൽ സ്വദേശി വിദേശി അതിർവരമ്പുകൾ എന്ന് പറയുന്നത് മനുഷ്യരാശിയെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ പര്യാപ്തമല്ലെന്നും എല്ലാ നന്മകളും ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ഉയർന്നു വന്നാലും ഏത് മഹാ ആചാര്യന്മാരിൽ നന്മകളുണ്ടോ അതെല്ലാം നമ്മുടേത് കൂടിയാണെന്നും വിചാരിക്കുന്ന നല്ലവരായ നേതാക്കന്മാരാൽ ഭരിക്കാൻ, നയിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. പക്ഷെ നമ്മൾ ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന വിദേശിയെ കെട്ടുകെട്ടിച്ചു ഇവിടെ നിന്ന്, പോർച്ചുഗീസുകാരെ നമ്മൾ കെട്ടുകെട്ടിച്ചു ഇവിടെ നിന്ന്, അങ്ങനെ പലരെയും ഡച്ചുകാരെ നമ്മൾ കെട്ടുകെട്ടിച്ചു. പക്ഷേ ചില വിദേശികൾ ഇവിടെ വന്നെങ്കിലും പക്ഷേ വിദേശികളായ എല്ലാവരോടും നമ്മൾ അന്നയം സ്വീകരിച്ചില്ല. നമ്മൾ ഇംഗ്ലീഷുകാരോട് ക്വിറ്റ് ഇന്ത്യ പറഞ്ഞു, പോടാ പുറത്തെന്ന് പറഞ്ഞു. പക്ഷേ രാജ്യം 800 ആണ്ട് ഭരിച്ച മുസ്ലിം ഭരണകർത്താക്കളോട് ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനതയായി ഹിന്ദു പറഞ്ഞില്ല പോടാ പുറത്തെന്ന്. എന്താണ് ഇതിന് കാരണം? ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്, ഈ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ സഹകരണത്തിലും സഹവർത്തിത്വത്തിലും ഐക്യത്തിലുമാണ് ഊന്നി നിൽക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടവർ ഭരിച്ചു എന്നതാണ്. അങ്ങനെയുള്ളവരെ ഇന്ത്യൻ ജനതയെന്നും അംഗീകരിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മളെ ഭിന്നിപ്പിച്ച് ആ വിള്ളലിൽ നിന്ന് അധികാരം ഉറപ്പിക്കാൻ, കസേരക്കാരുകൾ ഉറപ്പിക്കാൻ പണിയെടുത്ത എല്ലാ വിദേശികളോടും പോടാ പുറത്തെന്ന് പറയുക മാത്രമല്ല, അവരെ ഈ രാജ്യത്ത് നിന്ന് ഇന്ത്യൻ ജനത കെട്ടിക്കെട്ടിച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിം മാത്രമൊന്നുമല്ല, ഹിന്ദു മാത്രമല്ല, ബുദ്ധനും ജൈനനും മാത്രമല്ല, മതമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ അവരോട് പോടാന്ന് പറഞ്ഞിട്ടുണ്ട്. പറയുക മാത്രമല്ല, അവരെ ഓടിച്ചിട്ടുണ്ട്. അത് നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഗാന്ധിജി എന്തിനാ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്തത്? ഗാന്ധിജിയെ കുറിച്ച് ആർക്കറിയാൻ പാടില്ലാത്തത് ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്നാണ് വള്ളത്തോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഉജ്ജ്വലമായ ആവേശം പകർന്നു നൽകി സ്വാതന്ത്ര്യ വികാരത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ ആക്ഷേപ ഹിമാചലം ജ്വലിപ്പിച്ച മലയാണ്മയുടെ മാഹാത്മ്യത്തെ മാമലകൾക്കപ്പുറത്ത് എത്തിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ജനറൽ സെക്രട്ടറിയായി ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായിരിക്കെ വിരാജിച്ച മഹാനായ വള്ളത്തോൾ നാരായണ മേനോൻ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത് ഇവരെ എല്ലാവരുടെയും നന്മകൾ സ്വാംശീകരിച്ച ഒരു മഹാവ്യക്തിയായിരുന്നു. എല്ലാവരും സ്വീകരിക്കുന്ന ആളാണ്. ക്രിസ്തു വിദേശിയാണെന്നുള്ള അദ്ദേഹത്തിന് പ്രശ്നമല്ല. മുഹമ്മദ് നബി വിദേശിയായിരുന്നു, അദ്ദേഹത്തിന് പ്രശ്നമല്ല.
വിദേശിയാകട്ടെ, സ്വദേശിയാകട്ടെ, ബുദ്ധനാകട്ടെ, ശ്രീ ഹരിശ്ചന്ദ്രനാകട്ടെ, യേശുവാകട്ടെ, മുഹമ്മദ് ആകട്ടെ, സ്വദേശി വിദേശി വ്യത്യാസമേതുമില്ലാതെ എല്ലാവരുടെയും നന്മകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം ഒരു വ്യക്തിയിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ആ വ്യക്തിയായിരുന്നു നമ്മുടെ മഹാനായ ഗുരുനാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഗുരുനാഥനിൽ മഹാനായ വള്ളത്തോൾ എഴുതുകയുണ്ടായി മനോഹരമായ കവിതയിലൂടെ. എന്ന് പറഞ്ഞാൽ ആരെയും സ്വീകരിക്കുന്ന ഗാന്ധിജി. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരോട് പോളാ പുറത്തെന്ന് പറഞ്ഞത്? ഉപ്പു സത്യാഗ്രഹം അവിടുത്തെ ജോർജ് മുണ്ടക്കൻ പറഞ്ഞല്ലോ. ഉപ്പു സത്യാഗ്രഹത്തിന് കാരണമായത് എന്താ? നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഉപ്പ് എന്ന് പറയുന്നവന്റെ അടിസ്ഥാന ആവശ്യത്തിൽ ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയപ്പോ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരനോട് പോടാ എന്ന് പറയാൻ മുമ്പിൽ നിന്ന് നമ്മെ നയിച്ചത് ഗാന്ധിജി ആയിരുന്നെങ്കിൽ ഗാന്ധിജിക്ക് വിദേശിയോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് വിദേശിയോടോ വെള്ളക്കാരനോടോ യൂറോപ്പിലോ ദക്ഷിണാഫ്രിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ പഠിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ആരെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാല ഹൃദയത്തിന്റെ ഉടമയായ ഗാന്ധിജിക്ക് പോലും ബ്രിട്ടീഷുകാരനോട് കിച്ച് ഇന്ത്യ പോടാ പുറത്തെന്ന് പറയാൻ വന്നത് നമ്മെ ഭിന്നിപ്പിച്ചതുകൊണ്ടാണ്. ഇന്ത്യയുടെ മനസാക്ഷി ഇവിടെ പറഞ്ഞല്ലോ. ഇന്ത്യയുടെ മനസാക്ഷി മതേതരമാണെന്ന് പ്രിയപ്പെട്ട ജോർജ് പറയുകയുണ്ടായി. വളരെ വലിയ സത്യമാണത്. നമ്മളിവിടെ ഈ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ വിള്ളലുണ്ടാക്കാൻ ഇവിടെ എന്താ ഇപ്പൊ പ്രശ്നം ഉണ്ടായത്? ഇവിടെ ഇപ്പൊ സമ്മേളനങ്ങൾ നടക്കാനോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് വെറുപ്പിന്റെ വ്യാപകമായ ഒരു അന്തരീക്ഷം, കരിമേഘ പടലങ്ങൾ നമ്മുടെ രാഷ്ട്രാന്തരീക്ഷത്തിൽ ഇങ്ങനെ തിങ്ങി വിങ്ങാനോ ഇടയായ എന്ത് സാഹചര്യം ഇവിടെ ഉണ്ടായത്? ഇവിടെ എന്തെങ്കിലും ഭീകരാക്രമണം നടത്തിയോ? മുസ്ലിങ്ങൾ ആരെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയോ? സമീപകാലത്തായിട്ട് ഒരു പണ്ടൊക്കെ എല്ലാ കഥകളും ഉണ്ടെങ്കിലും മുസ്ലിങ്ങൾ സ്ഫോടനം നടത്തി എന്ന് പറയാറുണ്ടായിരുന്നു. ഒരു 10-15 കൊല്ലമായിട്ട് ഇല്ലാ കഥ പറയാൻ പോലുമില്ല മുസ്ലിങ്ങൾ നടത്തിയ സ്ഫോടനത്തെ കുറിച്ച്. ഒരു തീവ്രവാദ പ്രവർത്തനത്തെ കുറിച്ച് പറയാനില്ല, ഒരു സംഘടനയെ കുറിച്ച് ആക്ഷേപം പറയാനില്ല. വലിയ ഭീകരമെന്ന് പറഞ്ഞ സംഘടനകളെ ഇവരൊക്കെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം? ഒന്നുമില്ല. പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രശ്നം. പ്രശ്നമില്ലാതിരിക്കാൻ കഴിയില്ല ഈ അപകടകാരികൾക്ക്, ഈ രാജ്യദ്രോഹികൾക്ക്, ഈ വെറുപ്പിന്റെ ഇരുട്ടിന്റെ ഭിന്നിപ്പിന്റെ ശക്തികൾക്ക് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. പ്രശ്നങ്ങളിൽ നിന്ന്, വിഭജനത്തിൽ നിന്ന്, വിള്ളലിൽ നിന്ന്, ഭിന്നിപ്പിൽ നിന്ന് ഊർജം വലിച്ചെടുക്കുന്ന ഒരു അപകടകരമായ ശക്തി കേന്ദ്രം, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്ത് എക്കാലവും ഉണ്ട്. ആ ശക്തികൾ ചാതുർവർണ്ണ ശക്തികളാണ്. അവരെന്നും ജനങ്ങളെ മനുഷ്യരായി കാണാത്തവരാണ്. നമുക്കറിയാതെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, എപ്പോഴും മനുഷ്യരിൽ ഒരു വിഭാഗത്തെ മറ്റ് മനുഷ്യരിൽ നിന്ന് വെറുപ്പിക്കുന്ന, മടുപ്പിക്കുന്ന, അറപ്പിക്കുന്ന, അകറ്റുന്ന ഈ സ്വഭാവത്തിന് ഇവർക്കൊരു മടിയുമില്ല. ഇതൊരു അടിസ്ഥാനപരമായ ജനിതക വൈകല്യമാണ്. അങ്ങനെ ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ആ വിഭാഗത്തിന് നമ്മുടെ രാഷ്ട്രത്തിന്റെ അധികാരഘടനയിൽ സ്ഥാനമുണ്ടായിരുന്നില്ല ഇതുവരെ. പക്ഷേ ആ അപകടകാരികളായ ശക്തികൾ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അധികാരഘടനയിൽ ഇടം പിടിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു, ഇവിടത്തെ ജനങ്ങളിൽ ആരോ ചിലർ മറ്റു ചിലരെ എന്തോ ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് ജാഗ്രത കരുതിയിരുന്നോളൂ, എന്തോ വരാൻ പോകുന്നു, വിദേശാക്രമണം വരാൻ പോകുന്നു എന്ന വിധത്തിലുള്ള വ്യാപകമായ കള്ളപ്രചരണങ്ങളിലൂടെ, നുണപ്രചരണങ്ങളിലൂടെ ഇവിടെ ഇല്ലാത്ത ഭീതി പരത്തുകയാണ്. ഒന്നുമില്ലാത്ത രാജ്യത്ത് വളരെ സന്തോഷകരമായി ജീവിച്ചു വരുന്ന നമ്മുടെ രാജ്യത്ത് വെറുപ്പ് നിലനിന്നെങ്കിൽ അല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ശ്വാസം മുട്ടുന്ന ശക്തികൾ ജനങ്ങളെ അവരുടെ മനുഷ്യാവകാശങ്ങളിൽ കൈവച്ച്, അവരുടെ ജീവിക്കാനുള്ള അവകാശങ്ങളിൽ കൈവച്ച്, അവരെ ഇന്നലകളിൽ സ്ത്രീജനങ്ങളോട് സതിയിലൂടെ ക്രൂരത കാട്ടിയവർ, സതി, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണമെന്ന് ഇത് കാണിക്കാൻ മടിയില്ലാത്തവർ. ഇതിനൊക്കെ ആരായിരുന്നു തടസ്സം നിന്നെന്ന് നിങ്ങൾക്കറിയോ? ആ തടസ്സം നിന്ന ശക്തികളെ ഈ രാജ്യത്ത് വെച്ചു പൊറുപ്പിക്കില്ല എന്ന്, ആ തടസ്സം നിന്നവരെ ഈ രാജ്യത്ത് ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്ന വിചാരഗതികളുമായി ഈ രാജ്യത്ത് ഇവര് സഹസ്രാബ്ദങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആ ശക്തികളാണ് ഇന്ത്യയുടെ വിഭജനത്തിന് കാരണമായത്.
മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജനം നടത്തിയ വെട്ടിപ്പുളർക്കാൻ നേതൃത്വം നൽകിയത് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ച് താമസിക്കാൻ അവകാശമില്ലെന്നുള്ളതുകൊണ്ടാണ്. വിഭജനം ഇതാണ് അവരുടെ പരിപാടി. എത്ര വലിയ രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. എന്നിട്ട് ഇപ്പൊ എത്ര രാജ്യമായിട്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളൊക്കെ എവിടെ പോയി? ഇവിടെ പലരും പറയും മുസ്ലിങ്ങളോടൊപ്പം വിഭജനം നടത്തി പാകിസ്ഥാൻ കൊണ്ടുപോയില്ല എന്ന് പറയുന്ന കേട്ടാ തോന്നുന്നു. ഒരു പാകിസ്ഥാൻ ഇങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ പൂർത്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഭൂട്ടാൻ ഇന്ത്യയുടെ ഭാഗമല്ലേ? ബർമ്മ ഇന്ത്യയുടെ ഭാഗമല്ലേ? ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ലേ? അങ്ങനെ അഫ്ഗാൻ വരെ കാണ്ഡഹാർ ഉൾപ്പെടുന്ന കാന്ധാരി ജീവിച്ച കാണ്ഡഹാർ ഉൾപ്പെടുന്ന അഫ്ഗാൻ വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ലേ? അങ്ങനെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഈ രാജ്യത്തെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ആരാണ് വീതം വെച്ച് കൊടുത്തത്? മതാടിസ്ഥാനത്തിൽ ബുദ്ധന്മാരെ ഈ രാജ്യത്ത് ഓടിക്കാൻ 3 ബുദ്ധരാഷ്ട്രങ്ങൾ ഉണ്ടാക്കി. ഏതൊക്കെയാണത്? 3 ബുദ്ധരാഷ്ട്രങ്ങൾ. മ്യാൻമർ ഉണ്ടാക്കി, ശ്രീലങ്ക ഉണ്ടാക്കി. അങ്ങനെ അവർക്ക് ബുദ്ധന്മാരെ പെട്ടോളൂ, നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രാജ്യത്ത് ഇപ്പൊ വിഭജനത്തെ കുറിച്ച് പറയുമ്പോൾ ആകെ പാകിസ്ഥാൻ വിഭജനം പറഞ്ഞേ. ഇതിനകത്തൊക്കെ വല്ല റോളും ഉണ്ടോ മുസ്ലിങ്ങൾക്ക്? ബർമ്മ പോയതിൽ പങ്കുണ്ടോ? ഭൂട്ടാൻ പോയതിൽ പങ്കുണ്ടോ? ശ്രീലങ്ക പോയതിൽ പങ്കുണ്ടോ? ഇതിലൊന്നും യാതൊരു റോളും എടുത്ത മുസ്ലിങ്ങൾക്കില്ല. പാകിസ്ഥാൻ പോയത് മുസ്ലിങ്ങൾ ആവശ്യമായിരുന്നു വരുത്താൻ ശ്രമിക്കണേ. പാകിസ്ഥാൻ പോയതിൽ ഏറ്റവും കൂടുതൽ കരയുന്ന ആരാന്നറിയോ? മുസ്ലിമീങ്ങളാണ്. ഇന്ത്യയിലെ മാത്രമല്ല, എവിടെയുള്ള മുസ്ലിങ്ങളാണ്. കാരണം പാകിസ്ഥാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഈ വേട്ട ഞങ്ങളുടെ നേരെ ഉണ്ടാകുമായിരുന്നില്ല. ഉണ്ടാവുമായിരുന്നോ? നമുക്കല്ലേ വിഷമം? പാകിസ്ഥാനിലുണ്ട് 25 കോടി ജനം, ബംഗ്ലാദേശിലുണ്ട് 25 കോടി ജനം, ഇവിടെയുണ്ട് 35 കോടി ജനം. ഇത് 3 ഒന്നിച്ചു നിന്ന ഒരു നാളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ ഒപ്പമാ ജനസംഖ്യ. അപ്പൊ ന്യൂനപക്ഷ വേട്ട നടക്കൂല. അതുകൊണ്ട് ഇവിടത്തെ മതവിഭാഗങ്ങൾക്ക് ഒന്നൊന്നായി രാഷ്ട്രം പകുത്തു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ കെട്ടിച്ച് അതിന് നേതൃത്വം കൊടുത്ത ഭിന്നിപ്പിന്റെ ഡിവൈഡ് ആൻഡ് റൂളിന്റെ ആചാര്യന്മാരായ ബ്രിട്ടീഷുകാരോട് കൈകോർത്തുകൊണ്ട് പാകിസ്ഥാൻ വിഭജനത്തിന് നേതൃത്വം കൊടുത്തവർക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പാകിസ്ഥാനും കൂടി മതത്തിന്റെ പേര് കൊടുത്ത് മുസ്ലിങ്ങളൊക്കെ പോയി കിട്ടിയാൽ പഴയ ആ സവർണ ഭൂതകാലം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന്, പെണ്ണുങ്ങളെ ചിതയിലേക്ക് വലിച്ചെറിയുന്ന ഭൂതകാലം, സ്വന്തം മതത്തിൽപ്പെട്ട പാവം ജനതയെ ഇന്നുമോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതല്ലേ? ചാതുർവർഗത്തിന്റെ പേരിൽ പലതായി വേർതിരിച്ച് വെട്ടിപ്പുളർന്ന് പട്ടിക്കും പശുവിനും തെരുവിൽ വഴി നടക്കാമെങ്കിലും അവർക്ക് വഴി നടക്കാൻ അവകാശമില്ലാത്ത ഒരു ഇന്ത്യയെ വീണ്ടും ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ചാതുർവർണ്ണ്യം പുലരുന്ന, സതി പുലരുന്ന ഒരു രാജ്യം ഈ രാജ്യത്തുണ്ടാക്കാൻ പാകിസ്ഥാന്റെ വിഭജനത്തിലൂടെ ബുദ്ധന്മാരുടെ പണി നേരത്തെ തീർന്നു. അതുപോലെ തന്നെ ദ്രാവിഡന്മാർക്ക് പാകിസ്ഥാൻ ഭരിച്ചു കൊടുത്തപ്പോൾ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഈറ്റില്യമായ മോഹൻജദാരോ ഹാരപ്പ എല്ലാം അങ്ങോട്ട് കൊടുത്തു. അങ്ങോട്ട് വെക്കുവാൻ ദളിതന്മാരോട് കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഈറ്റില്യമായി ലോകം കണക്കാക്കുന്ന മോഹൻജദാരോ എവിടെയാ? ഹാരപ്പ എവിടെയാ? പാകിസ്ഥാനിലാ. ഇന്ത്യയുടെ പൈതൃകത്തോട് ഈ വൃത്തികെട്ട മനസ്സുകൾക്ക് എന്തെങ്കിലും കൂറുണ്ടായിരുന്നെങ്കിൽ അത് പാകിസ്ഥാൻ കൊടുക്കുമായിരുന്നോ? നമുക്കൊന്നും ഉൾപ്പെടാൻ പറ്റാത്തതാണ്. എന്നിട്ടും വിഭജിച്ചെന്തോ മുസ്ലിങ്ങൾ കൊണ്ടുപോയി, അത് അവരുടെ ആവശ്യമായിരുന്നു. ഇല്ല, മുസ്ലിം സമുദായത്തിന് ഇന്ത്യ എന്നല്ല, ലോകത്തൊരു മേഖലയും വിഭജിച്ചു പോവുക എന്നത് മുസ്ലിം സമുദായത്തിന്റെ ആവശ്യമല്ലെന്നല്ല, അവർക്ക് തീർത്താൽ തീരാത്ത സങ്കടത്തിന്റെ നൊമ്പരത്തിന്റെ പ്രശ്നമാണത്. ഞങ്ങൾ വിഭജനത്തിന്റെ ആളുകളല്ല മുസ്ലിം സമുദായം ആണോ? നമുക്കെന്തിനാ വിഭജിക്കുന്നത്? ഈ രാജ്യം മുഴുവൻ ഒറ്റ രാജ്യമായിരുന്നാൽ അതിന് സന്തോഷിക്കുന്നവരാ മുസ്ലിം സമുദായം. ലോകം മുഴുവൻ ഒറ്റ രാജ്യമാകട്ടെ. അങ്ങനെ നമ്മൾ പറയും ഒരു പാൻ ഇസ്ലാമിസ്റ്റുകളാണ്, ആഗോള ഇസ്ലാമിന്റെ ആളുകളാണ്, അപ്പോൾ പ്രശ്നമാണ്. ലോകം മുഴുവൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വേറെയാ. ഈ വിഷയത്തെ വെറുതെ നമ്മളൊരു വക്കുപാട് പ്രശ്നമെന്ന്, അല്ലെങ്കിൽ ഒരു മദ്രസയാണ് പ്രശ്നമെന്ന് വിചാരിച്ച് നമ്മളതിനെ വെറുതെ ഒരു ചെറിയ കണ്ണിയിലേക്ക് ഒതുക്കാൻ ശ്രമിക്കാതെ, അപകടകാരികളായ രാജ്യത്തിന്റെ എക്കാലത്തെയും ഈ ദുഷ്ടശക്തികൾ, മനുഷ്യവിരുദ്ധ ശക്തികൾ ഈ വിഭജനത്തിലൂടെയൊക്കെ ലക്ഷ്യം വെച്ചത് വിഭജനാനന്തരം ഇന്ത്യയിൽ നേടാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ അങ്ങോട്ട് പോയി, അപ്പുറത്ത് മ്യാൻമർ പോയി ബുദ്ധന്മാരുടെ രാജ്യമായി, ശ്രീലങ്ക ബുദ്ധമതം ഔദ്യോഗിക രാജ്യമായി, മുസ്ലിങ്ങൾ പാകിസ്ഥാൻ കൊണ്ടുപോയി ഔദ്യോഗിക മതമാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു, അങ്ങനെ പ്രഖ്യാപിപ്പിച്ചു.
എന്നിട്ട് ഇന്ത്യ രാജ്യം ഹിന്ദു മതമാക്കാൻ നോക്കിയപ്പോ ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുണ്ടല്ലോ, അവർക്ക് ഇന്ത്യൻ മുസ്ലിമുകളോട് ഒരു വിരോധവുമില്ല. കാരണം അവരിവിടെ സ്വന്തമായി അന്തി ഉറങ്ങിയത് ഈ സവർണന്റെ ചാതുർവർണ്ണയത്തിന്റെ സതിയുടെ ഭീകരതകളുടെ കെടുതി അനുഭവിക്കാതെ മനസമാധാനത്തോടുകൂടി 800 ആണ്ട് ഈ രാജ്യത്തെ പാവം ജനത ജീവിച്ചതാ. അവർക്ക് അവരുടെ നേതാക്കന്മാർക്ക് ഈ രാജ്യത്തിന്റെ മഹത്തായ പൈതൃകം അവർ പറഞ്ഞു, ഈ രാജ്യം അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രമെന്നൊന്നും പറഞ്ഞാക്കാനില്ല, ആക്കണ്ട, നമുക്കിവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾ ഉൾക്കൊള്ളുന്ന മതേതര ഇന്ത്യ ഉണ്ടാക്കിയാൽ മതി എന്നവരുമാണ്. കാരണം ഈ ഇന്ത്യയാക്കി തീർക്കാനുള്ള ഏറ്റവും ഇതിന്റെ നിർമ്മാണത്തിലെ ഏറ്റവും മഹത്തായ പങ്ക് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിലുണ്ടെന്ന് അവർക്കറിയാം. വിഭജനം എന്നത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ആവശ്യമായിരുന്നില്ല, യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെയും ഹിന്ദുത്വ വർഗീയവാദികളുടെയും ആവശ്യമായിരുന്നു. അതിന് കുറച്ച് മുസ്ലിമീങ്ങളെ അവർ കൂട്ടുപിടിച്ചതാണ് എന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് വിഭജിക്കരുതേ വിഭജിക്കരുതേ എന്ന് അലറി വിളിക്കാൻ ഇവിടെ മൗലാന അബുൽ കലാം ആസാദ് ഉണ്ടായിരുന്നു. വിഭജിക്കരുതേ വിഭജിക്കരുതേ എന്ന് അലറി കേളാൻ ഈ രാജ്യത്ത് ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ മൗലാന ഹുസൈൻ അഹമ്മദ് മദനി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദ് അൽ ഹസൻ ദൈവന്തി ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി വിഭജിക്കരുതേ എന്ന് കേളുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നാം എല്ലാം ചേർന്നാണ്. ഗാന്ധിജിക്കതറിയാം, നെഹ്റുവിനതറിയാം, ബാലഗംഗാധര തിലകനതറിയാം, ഗോഖലെക്കതറിയാം, ആസാദിനറിയാം. അവരോടൊപ്പം അവർ ഇന്ത്യയിലുള്ളിടത്തോളം കാലം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞതിന്റെ അതിന്റെ ഏറ്റവും വലിയ വിഷമം ഉള്ളിൽ പേറി ഇന്ത്യയെ ഒരു പഴയകാല സുവർണ ഇന്ത്യയാക്കി അവരുടെ സുവർണ ഇന്ത്യ ആക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയപ്പോൾ അന്ന് മുതൽ അവരിട്ട പദ്ധതിയാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല, ഇവിടുത്തെ ജനങ്ങളെ ഞങ്ങൾ തമ്മിൽ അടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ്. നിങ്ങൾക്കറിയാം RSSന്റെ അജണ്ട എന്താ? ഇവിടെ ഒരു പ്രശ്നമില്ലെങ്കിൽ RSSന് ആകെയുള്ള അജണ്ട എന്ന് പറയുന്നത് മുസ്ലിം ഹിന്ദു വിരോധത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം സൃഷ്ടിച്ചെടുത്ത് അന്ന് നേടാനാവാത്തത് എന്തെങ്കിലും നേടും, ഒരു 100 വർഷത്തിനുള്ളിലെങ്കിലും ഞങ്ങൾ നേടും എന്ന് വിചാരിച്ച് നിരന്തരമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പക്ഷേ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ഹിന്ദു ജനത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അണിനിരന്നുകൊണ്ട് അതാണല്ലോ സംഭവിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഇന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് വേണേൽ പറയാം. പക്ഷെ ഇന്നും നമുക്ക് അവരുടെ എല്ലാ കുറവുകളും അംഗീകരിക്കുമ്പോഴും അവരോട് നമുക്കൊരു നന്ദിയുണ്ട്. ഈ രാജ്യത്തെ ഔദ്യോഗികമായി അവർ ഭിന്നിപ്പിക്കാൻ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അവർ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് ഈ രാജ്യം നിലനിന്നു. ആ സന്തോഷം നമുക്ക് അവരോടുണ്ട്. ദേശീയ തലത്തിൽ ആ സന്തോഷമുണ്ട്. സഹോദരങ്ങളെ, അവരന്ന് തുടങ്ങിയ പദ്ധതിയ ഈ മുസ്ലിമീങ്ങളെ ഇവിടുത്തെ ഹിന്ദു ജനങ്ങളുമായി ഇവിടുത്തെ ഭൂരിപക്ഷവുമായി ഇവരെ ഭിന്നിപ്പിക്കും, ഇവരെ തമ്മിലടിപ്പിക്കും എന്നുള്ള അവരുടെ അജണ്ടയാണ് യഥാർത്ഥത്തിൽ വർഗീയ കലാപങ്ങളിലൂടെ ഈ രാജ്യത്ത് മുഴുവൻ അടിച്ചുവിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ അപകടകാരികളാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചത്. അതിലൊന്നും ഈ രാജ്യം വീണില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പൊ ഇന്ത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ 2 വട്ടം ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2 വട്ടം അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാവോ, ഈ രാജ്യത്തെ കുറെ 142 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ്, പ്രധാനമന്ത്രിയാണ് ഞാനെന്ന്. ആ എണ്ണം പറഞ്ഞ് അഭിമാനം കൊള്ളാനല്ലാതെ ആ 142 കോടിയിൽ 35 കോടി എന്റേതല്ല എന്ന പറയുന്ന സമയത്തൊക്കെ മനസ്സിലുണ്ട് അല്ലേ? എന്നിട്ട് പറയും 142 കോടിയുടെ പ്രധാനമന്ത്രിയാണ്. ആ 35 കോടിയുടെ പ്രതിനിധിയായ ഒരാൾക്ക് പോലും ഒരു പാർലമെന്റിലേക്ക് സീറ്റ് പോലും കൊടുക്കില്ല. എന്നിട്ട് പറയും 142 കോടിയുടേതാണെന്ന് അല്ലേ? പക്ഷേ ഈ 142 കോടി വോട്ട് ചെയ്യുന്ന എത്ര കോടിയാണെന്നറിയാവോ? 60 കോടി അല്ലെ 70 കോടി അല്ലെ 75 കോടി ആളുകളെ വോട്ട് ചെയ്യുള്ളൂ. ആ വോട്ട് ചെയ്യുന്ന ജനങ്ങളിൽ വോട്ട് ചെയ്തവരിൽ 70 പേര് 30 പേര് ഇവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, വർഗീയ കാരണങ്ങളല്ല. വോട്ട് ചെയ്യുന്ന എല്ലാവരും 35 പേര് ഇപ്പുറത്ത് ചെയ്യുമ്പോൾ 65 പേര് ഈ കഴിഞ്ഞ ഇലക്ഷനിലല്ല ഇപ്പുറത്താ ഉണ്ട്. 65 പേരുടെ വോട്ട് നിങ്ങൾ ഭരിക്കണ്ട എന്നാ പറയുന്നത് ഈ ഫാസിസ്റ്റുകളോട്.
അങ്ങനെ പറയുമ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇവരെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഈ രാജ്യത്ത് ഒരിക്കലും അധികാരം പിടിച്ചെടുക്കാൻ ഇന്ത്യയിലെ ഹിന്ദു സമ്മതിക്കില്ല, ഇന്ത്യയിലെ ക്രിസ്ത്യാനി നല്ലവനായ ക്രിസ്ത്യാനി സമ്മതിക്കില്ല, ഇന്ത്യയിലെ ബുദ്ധനും ജൂതനും കമ്മ്യൂണിസ്റ്റുകാരനും സമ്മതിക്കില്ല, മതമുള്ളവൻ സമ്മതിക്കില്ല, ഇല്ലാത്തവനും സമ്മതിക്കില്ല. ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവര് അധികാരം വളരെ ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ പിടിച്ചെടുത്തിട്ട് അധികാരം കയ്യിൽ കിട്ടിയ അന്ന് മുതൽ ഇവർ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നീക്കം നടത്തിയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഈ രാജ്യത്ത് കയറി വന്നിട്ട് അധികാരത്തിൽ വന്നിട്ട് ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വാക്ക് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് കേട്ടിട്ടുണ്ടോ? വെറുപ്പിന്റെ കല്യാണസൂത്രം പൊട്ടിച്ചുകൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞു, കെട്ടുകാരി കൊണ്ടുപോകുന്നു എന്നൊക്കെ വൃത്തികേടുകളാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കുന്ന മനുഷ്യൻ ഭിന്നിപ്പിക്കാൻ വേണ്ടി പറയുന്ന മുസ്ലിങ്ങളെ മാത്രമാണോ? മണിപ്പൂരിൽ കണ്ടില്ലേ? എന്താ സ്ഥിതി? അവിടുത്തെ ക്രിസ്ത്യാനികളുടെ സ്ഥിതിയല്ലേ? ആ പാവപ്പെട്ട ആ മണിപ്പൂരൊന്നും തിരിഞ്ഞു നോക്കാൻ ഇതുവരെ കഴിയുന്നില്ല പ്രധാനമന്ത്രിക്ക്, അല്ലേ? എന്താണ് യഥാർത്ഥത്തിൽ ഇവർ തരുന്ന മെസ്സേജ്? ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട ജോർജ് പറയുകയുണ്ടായി, ഇവരുടെ കണ്ണിലെ കരടായ 3 ജനവിഭാഗങ്ങളുണ്ട്. ഒന്ന് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ, അല്ലെ? ഇതില് ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും അവരിപ്പോ നേരിട്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല. എന്താ കാര്യം അറിയോ? ചെയ്യേണ്ട കാര്യമില്ല. ഈ വലുതിനെ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി അതിന്റെ അടിയിലൊന്നും തെരുവ് വെക്കോളൂല്ലോ. ഇതാണ് പ്രശ്നം. 3/4 കോടിയോ 1 കോടിയോ ഉള്ള ക്രിസ്ത്യാനികളെ എന്ത് കൈകാര്യം ചെയ്യാനാ? അതാണ് പ്രശ്നം. അല്ലാതെ ഇപ്പൊ ചില ക്രിസ്ത്യാനികൾ നമ്മുടെ വഖഫ് പ്രശ്നമൊക്കെ വന്നപ്പോ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്ന ഒരു നല്ല ക്രിസ്ത്യാനി ആവപ്പോയി നമുക്കറിയാം. ക്രൈസ്തവതയുടെ അന്തസത്ത അറിയാത്ത, ദൈവമെന്തെന്നോ മതമെന്തെന്നോ അറിയാത്ത, യേശുവിനെ വെറുക്കുന്ന ക്രൈസ്തവതയുടെ ശത്രുക്കളായ ക്രിസ്ത്യൻ നാമധാരികളായ ഒരു ചിലർ നമ്മുടെ രാജ്യത്ത് ഈ ഫാസിസ്റ്റുകൾക്ക് കുടികൊത്ത് നടത്തുന്നുണ്ട്, ഓശാന പാടുന്നുണ്ട്. അത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഉണ്ടക്കയത്ത് വന്ന അദ്ദേഹം പറഞ്ഞ തൊട്ടപ്പുറത്താണല്ലോ ഈരാറ്റുപേട്ട, അവിടെ ഒരു കുളമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മനസ്സിലായില്ലേ? ആ മുതലൊക്കെ കൂടിയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ഞങ്ങള് RSSകാരുടെ കൂടെ കൂടി നിങ്ങളെ മുഖ്യ വരിച്ചു കളികളൊക്കെ പറഞ്ഞിട്ട് കളത്തിലിറങ്ങിയിരിക്കുക. വളരെ കൃത്യമായി നമുക്ക് പറയുകയാണ്, വഖഫ് എന്ന് പറയുന്ന പ്രശ്നം, വഖഫിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇവിടെ അങ്ങനെയൊക്കെ ചിലർ പറഞ്ഞു തുടങ്ങാം, അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ മുസ്ലിം സമുദായത്തിന്റെ ശക്തി ദുർബലപ്പെടുത്തിയാൽ പിന്നെ ഇതിനൊന്നും കൈകാര്യം ചെയ്യാൻ ഈ ഫാസിസ്റ്റുകൾക്ക് വല്ല തടസ്സമുണ്ടോ, വല്ല വിഷമമുണ്ടോ? ഇതൊന്നും അറിയാതെയാണ് വാസ്തവത്തിൽ യാഗശാലയിലേക്ക് ആട്ടിത്തെളിക്കുന്ന ആടുകളെ പോലെ എങ്ങോട്ടാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടം ന്യൂനപക്ഷങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് പോലും ചിന്തിക്കാൻ ശേഷിയില്ലാതെ അവർക്ക് കുഴലും നടത്തി അങ്ങ് വലിച്ചു കളയുന്നു. വലിച്ചാലങ്ങനെ കയറി പോകുന്ന ഒരു സമൂഹമാണോ? ഒന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ അങ്ങനെ വന്നപ്പോഴാണ് ഇവര് മുസ്ലിം സമുദായത്തെ ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി അവർ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇസ്ലാം ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യുമെന്ന് വന്നപ്പോ എന്നാ മുസ്ലിമിനെ ഇവിടുത്തെ 2ാം കിട പൗരനാക്കണം. അതിന് മുസ്ലിമിന്റെ മതം ഇല്ലാതാക്കാൻ അവരുടെ മനസ്സിലുള്ളതാണ്. ഒന്ന്, ആദർശപരമായി തകർക്കുക. അതിനു വേണ്ടിയിട്ടുള്ളവരുടെ പദ്ധതിയാണെന്ത് UCC. UCC എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം സിവിൽ കോഡ്, അല്ലെ? എന്നാ പറയാ, എന്നാൽ ഏക സിവിൽ കോഡ് എന്നാ പറയാ. സത്യത്തിൽ അതിന്റെ അർത്ഥം എന്താ? മതനിരോധന നിയമം. അതിന് സപ്പോർട്ട് കൊടുക്കരുത്. മതനിരോധന നിയമം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മതം മാത്രം നിരോധിക്കുന്ന നേപ്പോട്ടന്മാർ ചിലരൊക്കെ വിചാരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ മതവും നിരോധിക്കും. UCC എന്ന് പറഞ്ഞാൽ മതനിരോധന നിയമം. എല്ലാം പറഞ്ഞാൽ ഒരു മതത്തിന് വ്യത്യസ്തതകൾ ഉണ്ടാകാൻ പാടില്ലെന്ന മതം അതാതിന്റെ വ്യത്യസ്തതകൾ കൊണ്ടല്ലേ വേറിട്ട് നിൽക്കുന്നത്. ക്രിസ്ത്യാനിറ്റിക്ക് ചില വിശ്വാസം കൊണ്ട് ആചാരമുണ്ട്, ഹിന്ദുവിന് ചില വ്യത്യാസമാണ്, ആചാരം വ്യത്യാസമാണ്, മുസ്ലിങ്ങൾക്ക് ചില വിശ്വാസങ്ങളും ആചാരങ്ങളും. അതുകൊണ്ടാണല്ലോ മതമായത്. വ്യത്യാസമൊന്നും വേണ്ട, എല്ലാം ഒന്നാക്കാം. അതാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ മതനിരോധന നിയമം. ഇതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത കുറെ കിഴങ്ങന്മാർ ന്യൂനപക്ഷങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ളതാണ് സങ്കടം. സഹോദരങ്ങളെ,
അതവരുടെ പദ്ധതിയാണ്. UCC ഞങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നു. അതിനൊന്നും കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. എന്നാൽ പിന്നെ പെട്ടെന്ന് മതം നിരോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നാൽ പിന്നെ ഇവിടെ ജീവിക്കുന്ന മതവിശ്വാസികളുടെ പൗരത്വം ഇല്ലാതാക്കാം. അതിനുവേണ്ടിയാണ് NRC. NRC എന്ന് പറഞ്ഞാൽ എന്താ? പൗരത്വം, നിങ്ങളുടെ വോട്ടവകാശം ഇല്ല, നിങ്ങൾക്ക് ഈ രാജ്യത്ത് അധികാര മണ്ഡലത്തിൽ സ്ഥാനമൊന്നുമില്ല, നിങ്ങൾ മതവുമായിട്ട് പോകുകയുള്ളെങ്കിൽ. അതാണ് NRC. ഒന്നൊന്നായി ആയുധങ്ങൾ മാറി മാറി എടുക്കുക. നേരത്തെ പറഞ്ഞു, പഞ്ചവത്സര പദ്ധതി പോലെ ഒരു രാജ്യം പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ വെറുപ്പിന്റെ അജണ്ടകൾ മാത്രം പ്രഖ്യാപിക്കുകയാണ്. എന്തൊക്കെയാ? മതനിരോധന നിയമം. മതങ്ങളുണ്ടായിട്ട് എന്താ അപകടം ഉണ്ടായേ? മതമുണ്ടായിട്ട് എന്താ അപകടം ഇവിടെ ഉണ്ടായത്? മതനിരോധനത്തിന്റെ ആശയങ്ങളെ ഈ രാജ്യത്ത് ഇവർ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്.